ഇനി നമ്മൾ ഇസ്മു മുസ്തഖിൻ്റെ ഖിസ്മുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇസ്മു ഫായിൽ. वो इस्म है जो किस मस्दर से बना हुआ और इसी मस्दर से ताल्लुक़ से इस काम करने वाले को नाम दिया जाए या काम करने वाला समझ जाए, जैसा दौड़ने वाला, पढ़ने वाला, नाचने वाला, वाली. ഇത് ഒരു നാമത്തിൻ്റെ മസ്ദറിൽ നിന്ന്, ഒരു വാക്കിൻ്റെ മസ്ദറിൽ നിന്ന് ഉണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്മാണ്. ഒരു മസ്ദറിൽ നിന്നുണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന ഇസ്മ്. ഡാൻസ് കളിക്കുന്നവൻ, ഓടുന്നവൻ ഒക്കെ ഉദാഹരണം. इस्म फ़ाइल के पहचान ये है कि अगर इसके माना निकाले तो इसमें वाला ज़रूर लगेगा. അതായത് ഇതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വാല എന്നുള്ള പദം അല്ലെങ്കിൽ വാല എന്നുള്ള ഒരു സഫിക്സ് ഉണ്ടല്ലോ, അത് എന്തായാലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, കൂടെ ഉണ്ടാവും. ഓക്കെ, അവരുദാഹരണം പറയുന്നുണ്ട്. ഖാത്തിൽ എന്നാൽ ആരാണ്? ഖത്ൽ കർനെ വാല, കൊല ചെയ്യുന്ന ആൾ. ഇനി അടുത്തതാണ് ഇസ്മു മഫ്ഊൽ. वो इस्म जिस पर फ़िअल या काम का असर वाक़ हो, ये भी मस्दर से बनता है. मसलन चला हो, सताई होए, पड़ा हो, हुआ. ഓക്കെ, ഇസ്മു ഫായിൽ എന്നാൽ ഏതൊരു സാധനത്തിൻ്റെ മേലാണോ ഒരു പ്രവൃത്തി സംഭവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത്, അതും മസ്ദറിൽ നിന്ന് ഉണ്ടായതുമായിട്ടുള്ള ഇസ്മുകളാണ് എന്ത് പറയുന്നത്? ഇസ്മു മഫ്ഊൽ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുന്നുണ്ട്. ചല, പടാ ഹുവ, പഠിക്കപ്പെട്ട, ചല ഹുവ, നടക്കപ്പെട്ട, ഓക്കെ, നടന്ന. ഓക്കെ, മാദി മുതലക്ക് അഗർ ഹുവ, ഹുയി, ഹുയെ വഗൈറ ലഗാനെ സെ ഇസ്മു മഫ്ഊൽ ബൻ ജാത്തെ ഹെ. അപ്പം മാദിയായിട്ടുള്ള കാര്യത്തിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഹുവ, ഹുയെ, ഹുയെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്മു മഫ്ഊലായി മാറും. जिस शख्स या चीज़ पर फ़िअल का असर बढ़ता है वो भी इस्म मफ़ऊल है. ഇനി ഏതൊരു കാര്യത്തിൻ്റെ മേൽ ഒരു ഫിഅലിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയും ഇസ്മു മഫ്ഊൽ എന്ന് പറയും. ഓക്കെ, മഖ്തൂൽ, കിൽഡ് വൺ, അതായത് കൊല്ലപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ. മദ്ലൂം, മസ്ലൂം, ഒപ്രസ്ഡ് വൺ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാൾ.